ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദന ഡയറീസ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ആക്ച്വലി ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ തുറന്നു കഴിഞ്ഞാൽ ആകെ കാണുന്നൊരു ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലീവിയ ഡിസൈൻസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ആകെ ബഹളമാണ് ഒലീവിയ ഡിസൈൻസിന്റെ പേരിൽ. അപ്പോൾ ഇപ്പോഴും അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അവരായിട്ട് യാതൊരു എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഇന്റർവ്യൂ കാര്യത്തിന് പോകും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട് ആക്ച്വലി മടുത്തു. ഓരോന്നിങ്ങനെ പുറത്തോക്ക് വരുന്തോറും അവർ ഓരോരോ ന്യായീകരണം ഓരോരോ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. കുറച്ചെങ്കിലും ആൾക്കാർ ഇത് കാണുന്നവർ എന്താണ് സംഭവം എന്ന് അറിയാണ്ട് പൊട്ടനായിട്ട് നോക്കിയിരിക്കണം. അപ്പൊ അവർക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ ആക്ച്വലി ഏകദേശം ഒരു 1 month എബോ ആയിട്ടുണ്ട് ഈ ഒരു ഓൺലൈൻ ഡിസ്കഷൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 month മേളിലായി. ഇപ്പൊ ഒരു 2 weeks എബോ ആയിട്ട് ഇത് കുറച്ച് ക്രൂഷ്യലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരവരുടെ ഓൺലൈൻ സ്റ്റോർ നിർത്താൻ പോകുന്നു. അങ്ങനെ കുറെ ന്യൂസ് ഇപ്പൊ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അടൂരുള്ള ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്നത്. അവര് അവിടേക്ക് കുറെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു. അതായത് ഓൺലൈൻ ഡീറ്റെയിൽസ് ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ട് ക്ലോത്തിന്റെ ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു. ആ റിക്രൂട്ട് ചെയ്യണതിൽ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് എന്താ പറയാ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അവർ ജയിലിൽ കിടക്കുന്ന പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇപ്പം ആക്ച്വലി ഇപ്പൊ അവരുടെ ഓൺലൈൻ സ്റ്റോർ ക്ലോസ് ചെയ്തു എന്നാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് അവർ വച്ചേക്കുന്നത്. അവർ ഇനി ഓൺലൈനായിട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് ഇതാക്കി എടുക്കാം അങ്ങനത്തെ രീതിയിലാണ് അവർ ഇതാക്കണത്. ഓൺലൈൻ സ്റ്റോർ നിർത്തിയതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലി പോയി, ഒരുപാട് പെൺകുട്ടികളുടെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാണ്. സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ മെൻഷൻ ചെയ്യാട്ടോ. കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂവിന് പോവുകയും അപ്പോൾ ഇന്റർവ്യൂവിന് പോണ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്റർവ്യൂവിന് പോണ സമയത്ത് അവരുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകരുത്, അതത്ര ഫെയർ ആയിട്ടുള്ളൊരു സ്ഥലമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടി ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ്. എന്തിനാണ് എല്ലാവരും പറയണേ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടതാണ്. അതാണിപ്പോൾ ഇത്ര വലിയ ഹൈറ്റിലെത്തി നിൽക്കണത്. ആ കുട്ടി അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അത് ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അവരതിൻ്റെ പേരിൽ അടുത്ത വീഡിയോ ഇട്ടു, പിന്നെ അടുത്ത വീഡിയോ ഇട്ടു, പിന്നെ അടുത്ത വീഡിയോ ഇട്ടു. വെറുതെ ബഹളമായി. ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറൊക്കെ ക്ലോസ് ചെയ്തു എന്നുള്ള. പിന്നെ കൺമണി വീഡിയോ ഇട്ടതിൻ്റെ പുറകില് മീൻസ് അവര് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ മറ്റേ ഇടി വെട്ടുമ്പോൾ കൂൺ മുളയ്ക്കണ കണക്ക് ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പൊ അവർക്ക് എന്താ പറയാ അവിടെ മെന്റൽ റിലാക്സേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു തീഹാർ ജയിലിൽ കിടക്കണ പോലെയാണ്, ഫുഡ് അത്ര കൊള്ളില്ല, ഫുഡും അക്കോമഡേഷനും എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണത്. 15 ദിവസത്തേക്കാണ് അവർ ട്രെയിനിങ് പീരീഡ് പറയുന്നത്. 15 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പിരിച്ചുവിടും. ഈ 15 ദിവസം വരെ അവർക്ക് സാലറി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇവര് ഇപ്പം കൺമണി അല്ലാണ്ട് വേറെ ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ കുറെ കണ്ടിരുന്നു. അവരെല്ലാവരും അവരുടെ ആ ഒരു 15 ദിവസത്തെ ഒരു 10 ദിവസത്തേക്ക് എന്താ പറയാ അനുഭവങ്ങൾ അവര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിപ്പോ ഒരാളാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് വിചാരിക്കാം അവരോടുള്ള കുശുമ്പ് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് ഇടുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട്. ഒരുപാട് ഗേൾസ് അല്ലെങ്കിൽ ഒരുപാട് ലേഡീസ് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പൊ നമുക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനെല്ലാത്തിനും എതിരായിട്ട് അവരവിടെ കിടന്ന് മെഴുകണയാണ് ഓരോ വീഡിയോസ് വീണ്ടും. അയ്യോ എൻ്റെ സ്റ്റാഫ്സിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്, എൻ്റെ സ്റ്റാഫ്സിനെ ഞാൻ ചോറ് കോരി കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു, അങ്ങനെ ഭയങ്കര ബഹളമാണ് അവിടെ കിടന്ന്. മിനി കൂപ്പർ കാണിക്കുന്നു, മിനി കൂപ്പർ നാളെ കൊടുക്കുമെന്ന് പറയുന്നു. ആകെ ബഹള കോടാലി, അങ്ങനെ അലമ്പ് കേസാണ്. എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടിൽ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ കാണാനില്ല, ഇപ്പൊ മോശം കമന്റ്സ് മാത്രമേ കാണാനുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്നവർ അവരുടെ ആ ഒരു സംഭവം ഇട്ട് മെഴുകി നശിപ്പിച്ച് അവർ തന്നെ അവരുടെ ഒരു വാല്യൂ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് തോന്നണം അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കണ പോലെ എത്ര ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ഒലീവിയ ഡിസൈൻസ് എന്ന് വെറുതെ പറഞ്ഞ് അവർക്ക് പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ആക്ച്വലി. പക്ഷെ അവരത് അതിനുള്ള ഒരു മൈൻഡ് കാണിച്ചില്ല. അവർ പിന്നെയും ആ പറഞ്ഞതിന്റെ മേളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയത്.
ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാളല്ല ഒരു വീഡിയോ ഇട്ടേക്കണത്. ഇപ്പം കൺമണി ആണെങ്കിൽ കൺമണി അല്ല ഒരു വീഡിയോ ഇട്ടേക്കണത്. കൺമണി പോരാതെ വേറെ ഇഷ്ടംപോലെ കൺമണികൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളല്ല ഒരുപാട് പേര് ഒരേ കാര്യം ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്കതെങ്ങനെ തെറ്റാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ചില അവസ്ഥകൾ കൊണ്ടായിരിക്കും വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു സ്ഥലത്ത് വർക്കിന് പോകുന്നതാണ്. അപ്പം നമുക്ക് അവിടെ കംഫർട്ട് അല്ല, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ഒപ്പോസ് ചെയ്ത് ഭയങ്കര താറ ലെവലിലുള്ള റിയാക്ഷൻസ് ആണ് അവിടെ നിന്ന് അവർ തിരിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യമായിട്ടും മനസ്സിലാവും, ആ ഈ കുട്ടികൾ പറഞ്ഞത് ശരിയാണ്. ഒലീവിയ ഡിസൈൻസിന്റെ ഓണർ അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡി, അവര് വെറുതെ ഇങ്ങനെ നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അവരുടെ ഒരുപാട് വീഡിയോസ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഇവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യണം. എൻ്റെ സ്റ്റാഫിന് ഞാൻ ഇത്ര രൂപ സാലറി കൊടുത്തു ഗൈസ്, ഇത്ര രൂപ ചെക്കിൽ എഴുതിയിട്ടുണ്ട്, ഒരു 4 പേരെ വിളിച്ചെടുത്തിട്ട് ഇത് കാണിക്കുക. അല്ലെങ്കിൽ അയ്യോ ഗൈസ് ഇന്ന് നമുക്ക് സാമ്പാറാണ്, ഇന്ന് നല്ല കട്ടി മോരാണ്. ഇതൊക്കെ ഒരു ദിവസം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചതുകൊണ്ടോ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു 10% എങ്കിലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേർത്തായിട്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇപ്പം ആ കുട്ടി ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൺമണി എന്ന് പറഞ്ഞിട്ട്. ആളുടെ വീഡിയോയിൽ ആളുടെ ചോദിക്കുന്നുണ്ട് കാസ്റ്റ് ഏതാണ്, റിലീജിയൻ ഏതാണ്. അപ്പം ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഹിന്ദു അത് പറ്റത്തില്ല, കറക്റ്റ് ഏതാണെന്ന് പറയാം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ലോജിക് ഉണ്ട്. നമ്മൾ ആ ഒരു രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. പിന്നെ ഇവര് കൺമണി വീഡിയോ ഇട്ടതിൻ്റെ പുറകെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടു, അതിൻ്റെ പുറകെ ഇവര് കേക്ക് മുറിക്കുന്നു. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ? അവരുടെ സ്റ്റാഫ്സ് ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കിടന്നങ്ങോട്ട് പറഞ്ഞതിൻ്റെ മേലിൽ പറഞ്ഞു. പിന്നെ ഒരു സ്ഥിരത ഇല്ലാണ്ടാണ് വർത്താനം പറയുന്നത്, അത് വേറൊരു കാര്യം. ഇപ്പം പറഞ്ഞ കാര്യം വേറൊരു രീതിയിൽ. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നോടെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആൻസർ വരും. ഇതൊക്കെ നമുക്ക് ഡൈസ്റ്റാണ്. നമ്മളെ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അവർക്ക് അവർ ചെയ്തത് തെറ്റാണെന്ന് അല്ലെങ്കിൽ തെറ്റാണ് ഓഫ് കോഴ്സ്. അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മാന്യമായി നിന്നാൽ മതി. 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പെർമനൻ്റ് ആണോ അതോ നിങ്ങൾ ഓക്കെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം പറയാം. 15 ദിവസം കഴിയുമ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് പറഞ്ഞുകൂടാ എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ? 15 ദിവസത്തേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കാര്യം. ഇപ്പോൾ ഈ ഒലീവിയ ഡിസൈൻസിൻ്റെയും അല്ലെങ്കിൽ കൺമണീനെയും കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒലീവിയ ഡിസൈൻസ് അവിടെ ഇരുന്നോട്ടെ, ഞാനും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ, സ്റ്റേ ട്യൂൺഡ്.